ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ലഞ്ച് പ്രിപ്പറേഷനും ഒരു യാത്രാ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം വഴുതനങ്ങ വറക്കാമെന്ന് വിചാരിച്ചു. മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കാമെന്ന് ഓർത്ത് വഴുതനങ്ങ ചെറുതായിട്ട് അരിയുവാണ്. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തു. ഇനി അതിലേക്ക് ചേർക്കാൻ ചെറിയുള്ളിയും ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത്, പിന്നെ ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ബീഫ് മസാല, പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ശേഷം അരിഞ്ഞു വെച്ച വഴുതനങ്ങ അതിലോട്ടിട്ട് എല്ലാം മുളക് തേച്ചെടുത്തു. ഇനി പാൻ അടുപ്പേ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ല കട്ടയായി, ഇവിടെ തണുപ്പായതുകൊണ്ട് കട്ടയായിരിക്കുവാണ്. എണ്ണ ചൂടായതിന് ശേഷം വഴുതനങ്ങ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത വശം ഫ്രൈ ആക്കാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുക്കുക. ഇനി അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ വഴുതനങ്ങ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്തേ. ഇത് ബീഫ് കറി വെക്കാൻ വേണ്ടിയാണ്. ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ചേർത്ത് വഴറ്റി മസാലപ്പൊടികളെല്ലാം ചേർത്ത് ബീഫ് കുക്കറിൽ ആക്കി അടുപ്പേ വെച്ചേ. ഇത് ബാക്കിയുള്ള വഴുതനയും കൂടെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് റെഡിയായി. ഇതാണ് ലഞ്ച് സ്പെഷ്യൽ. കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ചോറ് വിളമ്പി, വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ടു, ബീഫ് കറി, പിന്നെ ഇത് അച്ചുമോന് സ്കൂളിൽ കൊണ്ടുപോകാനാക്കിയ രാവിലത്തെ തക്കാളി ചട്നിയാണ്, പിന്നെ ചള്ളാസ്. അതിനിടെ അഫ്നുമോൻ അവൻ്റെ ചോറൊക്കെ വാരി എൻ്റെ പ്ലേറ്റിലോട്ടിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്. ഇനിയിപ്പോൾ ഞങ്ങൾ നെടുങ്കണ്ടം വരെ പോവാണ്. ഇക്കയുടെ മൂത്ത അണ്ണച്ചിയുടെ മോളെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോണേ. അപ്പം കുഞ്ഞിന് ഉടുപ്പ് വാങ്ങാൻ കയറി. ഉടുപ്പൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അവിടേക്ക് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ അവിടെ ഫ്രൂട്ട്സ് മേടിക്കാൻ കയറിയിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് നെടുങ്കണ്ടം പോയപ്പോൾ അവിടെ പച്ചക്കറി വിത്തൊക്കെ ഉള്ളൊരു കടയുണ്ട്. അവിടുന്ന് വീട്ടിലേക്ക് പച്ചക്കറി വിത്ത് മേടിച്ചു. അടുക്കള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കട, അഗ്രോ പാർക്ക് എന്ന കടയുടെ പേര്. അത് കഴിഞ്ഞ് പിന്നെ വണ്ടി സർവീസ് ചെയ്യാനുണ്ടായിരുന്നു. വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്ത് പിന്നെ വീട്ടിലേക്ക് ഗ്യാസൊക്കെ എടുത്ത് അതിന് ശേഷം ഒരു ചായയൊക്കെ കുടിക്കാൻ കയറി. അച്ചുമോനെ സ്കൂളിൽ വിട്ടിട്ടാണ് വന്നത്. അതുകൊണ്ട് വേഗം ചായയൊക്കെ കുടിച്ച് അവൻ വരുമ്പോഴത്തേന് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും.